ഹായ് ഗോൾഡൻ ടേസ്റ്റി കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതേ കുറച്ച് കുറച്ചൊക്കെ എടുത്തിട്ട് നമുക്കൊരു ഇൻഡോർ പ്ലാന്റ് അങ്ങോട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നമുക്ക് ഇൻഡോറായിട്ട് വെക്കാം. ഇതാണെങ്കിൽ കടും പച്ച നിറത്തിൽ നടുക്കൂടി ഒരു വരയൊക്കെ ആയിട്ട് അതിസുന്ദരിയായിട്ട് അവൾ നേരത്തെ വെയിലിൻ്റെ അരികിലിരുന്നപ്പോൾ അവൾക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. ഒരിക്കലും അവൾക്കൊരു സന്തോഷം കിട്ടിയില്ല. ഇപ്പം നല്ല സന്തോഷത്തിൽ ഇവളോ അതിലും ഭയങ്കരം. അവളെ ഞാൻ ഇൻഡോറായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇൻഡോർ എന്ന് പറഞ്ഞാൽ അകത്ത്. അപ്പോൾ പിന്നെ ഇതും ഇൻഡോറായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ ഒരു നേരത്തെ പച്ച നിറമായി. ഇച്ചിരി കൂടെ വെയിൽ കൊള്ളുവാണെങ്കിൽ അവൾ ഇച്ചിരി കൂടെ വെള്ളയായിട്ട് വരും. അപ്പോൾ അതിനുള്ള ഞാനതിനൊക്കെ എടുത്തിട്ട് ഇച്ചിരി വെള്ളയുള്ള സ്ഥലത്തേക്ക് വെക്കണം. ഇച്ചിരി തണൽ വെയിൽ വെക്കുന്ന സ്ഥലത്തേക്ക്. പിന്നെ അവരൊക്കെ ഇപ്പം ഞാൻ ഇൻഡോറായിട്ട് ഇത് വെക്കാൻ പോകുന്നത്, വരയ്ക്കാത്തോട്ട് ഒരു ചെടി ഇൻഡോറായിട്ട് വെക്കാൻ പോകുന്നത് ഇവളുടെ ചെടി, ഇവളുടെ കട്ട് പീസാണ്. ഇത് വെച്ചാൽ നല്ലോണം വേര് പിടിക്കും. അത് ഞാൻ നിങ്ങളെ ഇപ്പം തന്നെ കാണിച്ചു തരാം. ഞാൻ വേര് പിടിച്ചിരിക്കുന്നത് കാണിച്ചു തരാം. ചട്ടി നിറച്ചും അവർ നന്നായിട്ട് വളർന്നു വന്നോളും. അപ്പം ഞാൻ ഇവളെയാണ് എടുക്കുന്നത്. പിന്നെ ഇവളെ എടുത്താലും നല്ല സ്റ്റൈലാണ് അകത്ത് വെക്കാമെങ്കിൽ. ഇവളെ നല്ല സുന്ദരിയാണ്. അകത്ത് വെച്ച് അങ്ങോട്ട് ഇല ഒരു ഇതോട്ട് നോക്കി. ഇതൊക്കെ കാണുമ്പം എന്നാ സൗന്ദര്യമാണ് നോക്കിക്കേ. അതിൻ്റെ അരിയുമ്പഴി മാത്രം ഒരു ഇച്ചിരി പച്ചപ്പൂവായിട്ട് നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ വേണ്ടി തന്നെ. ഇതുണ്ടോ ഇവിടെ. പിന്നെ ഇവളൊട്ടും മോശമല്ല സൗന്ദര്യത്തിന്. അപ്പോൾ ഞാനെന്നാൽ പിന്നെ അവളെ ഞാൻ അങ്ങോട്ട് എടുക്കാം. ഇതാ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയാണ് ഞാൻ വെക്കാൻ പോകുന്നത്. ഇവളുടെ ഈ സൈസിൽ ഇവിടെയൊക്കെ ഉണ്ടോ, ഇതൊക്കെ ചെറിയ ഇത് വരാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇവിടെയൊക്കെയാണ് ഇതിന് ചെറിയ പിന്നെ ചെറുത് തൈകൾ വളരാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് ഈ തടുപ്പ് കാണുന്നത്. അവിടെയൊക്കെ ഇനി അതൊക്കെ വന്നോളും. അപ്പോൾ ഞാനിതിനെ വെച്ച് ഇതിനകത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് വെക്കട്ടെ. ഇൻഡോറായിട്ട് നമുക്ക് അടുക്കളയിൽ വെച്ചാൽ കാണാൻ നല്ല ഭംഗിയാണ്, അതിസുന്ദരിയാണ്. പിന്നെ ഇവളാണോ പോക്ക്. ഇവളെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇവളെ കട്ട് ചെയ്തെങ്കിൽ മാത്രമേ അവളുടെ ചുവട്ടിൽ നിന്ന് ഇത് ചെടി വളരുള്ളൂ. അതാണ് അവിടെ ഉണ്ട്. ഇവിടെയൊക്കെ ഇത് വന്നിട്ടുണ്ട്. ഇവളെ അങ്ങ് കട്ട് ചെയ്തേച്ചങ്ങ് വെക്കുവാണെന്നടിയിൽ കട്ട് ചെയ്തേച്ച് വെക്കാമെങ്കിൽ ഇവള് ഇപ്പം തന്നെ 2-3 പേരും കൂടെ പെട്ടെന്ന് അങ്ങ് ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ മുളയാണ്. നമുക്കങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. ഞാനിവിടെ തന്നെ ഇതിനെ ചോട്ടിൽ തന്നെ അങ്ങ് കുത്തി വെക്കാം. എന്നാൽ പിന്നെ 2-3 ചെടി അങ്ങനെ അങ്ങോട്ട് ആയിക്കോളും. ഇതിങ്ങനെ ഞാനങ്ങോട്ട് കുത്തി ഇതിവിടെയാക്കി. എന്നിട്ട് ഇനി അതേൽ ഞാൻ ഇതൊക്കൊട്ടൊന്നും പറ്റില്ല. ഇച്ചിരി മണ്ണ് അങ്ങോട്ട് അതിൻ്റെ ആ വായിക്കിലേക്ക് ഞാൻ അങ്ങോട്ട് തേച്ച് വെച്ചു. അതൊക്കെ ഓരോരോ സൂത്രപ്പണികളാണേ. അപ്പോൾ ഇവള് അതിസുന്ദരിയാണ്. ഉണ്ടോ ഇവള്. പിന്നെ ഇവളും അങ്ങനെ വെക്കാനായിട്ട് അടിമടിക്കുക. ഇതൊരു കുഞ്ഞാവയാണ്. അവളെ ഒന്നും ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. അവളൊക്കെ നന്നായിട്ട് സുന്ദരി ആകട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം അവളെയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ നടാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരാളെ ഞാനങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഈ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് വേണം നമുക്കതിനെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ കണ്ടിട്ട് അങ്ങനെ ഞാൻ ഇവിടെയോട്ട് വെക്കട്ടെ. നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കണം. നന്നായിട്ടൊന്ന് നനയ്ക്കുക. അതിൻ്റെ ഇലയൊക്കെ അതൊക്കെ നല്ല സുഖമാണ്. അപ്പം ആ മുറിച്ച വേദന അവരങ്ങോട്ട് സങ്കടം അവരങ്ങ് തീർത്തിട്ട് ഇനിയിപ്പോൾ അതിനകത്തിരുന്ന് ഒരു വേര് പിടിക്കും. ഞാൻ വേര് പിടിച്ച് തൈ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ വെക്കുവാണ്. ഇതുണ്ടോ, ഇച്ചിരി സൂര്യനെ ഇവർക്ക് കാണണം. അതിനാണ് കേട്ടോ പുള്ളിക്കാരത്തി ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുക. ഇച്ചിരി വെള്ളം ഞാൻ ഇതിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് കുറച്ചൊക്കെ തൈ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അതൊക്കെ വാടിക്കരിഞ്ഞ് നിൽപ്പുണ്ട്. എന്നാലും തൈ പിടിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിരിക്കുന്നത്. തൈ പിടിച്ചോളും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവരെ ഞാനങ്ങോട്ട് ഒന്നുകൂടി നനച്ച് കൊടുക്കുക.
നനച്ച് കൊടുത്താൽ കുറച്ചൊരു ക്ഷീണം മാറി അവർക്ക് വേര് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ വെച്ചിരിക്കുന്നത് ഇതിനകത്തൊക്കെ വല്ലപ്പോഴും ഇച്ചിരിച്ച വെള്ളം ഞാൻ തളിച്ച് കൊടുക്കും. അതേപോലെ ഇതും കള്ളിമുള്ള് എന്ന് പറഞ്ഞത് ഇവിടെ മേത്ത് മുള്ളൊന്നുമില്ല, പക്ഷേ അതങ്ങനെ നിൽക്കുന്ന കാണാൻ ഒരു ഭംഗി. പക്ഷേ വളർച്ചയൊക്കെ വളരെ കുറവാണ്. അതും ഒരു 2 വർഷത്തോളമായി ആ സാധനമൊക്കെ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ടേ. ഇതുണ്ട് ഇവിടെയൊക്കെ ഞാൻ ഡാർക്ക് പച്ചയാണ് ഒക്കെ. ഇവിടെ നിറം എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല, ഞാൻ മറന്നുപോയി. ഇതൊക്കെ 2 വർഷത്തോളമായി എൻ്റെ അടുക്കളയിൽ, 2 വർഷം ആയി വരുന്നു ഇതൊക്കെ ഞാൻ വെച്ചിട്ട്. ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് ഇതിങ്ങനെ അങ്ങോട്ട് നിൽക്കും. ഇതിൽ നിന്ന് ഒരുപാട് നീളമൊന്നും ഇതിന് വെക്കുന്നില്ല, വളർച്ച കുറവാണ്. പക്ഷേ ആരോഗ്യത്തോടു കൂടിയുള്ളത് ഇങ്ങനെ കുറ്റിച്ച് അവിടെ നിൽക്കുന്ന കാരണം കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊരു പിന്നെ ഹാങ്ങിങ് ചെടിയായിട്ട് ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും. ഇതിന് മറ്റ് ഒന്നുമില്ല, ഇലകളൊക്കെ നല്ലൊരു ഭംഗിയുള്ള ഒരിലയാണ്. എന്തോ ഒരു ഈ മണി പ്ലാന്റാണിത്, പക്ഷേ ഇത് എന്നാന്ന് എനിക്കും അറിയില്ല. പക്ഷേ അത് നല്ല ഭംഗിയാണത് കാണാൻ. ഇതും ഇതേപോലെ തന്നെ നല്ല ഭംഗിയിലാണ് ഈ ചെടി വളരുന്നത്. നമുക്കിതിനെ എടുത്തിട്ട് ഈ ചെടീനെ ഞാൻ അങ്ങോട്ടൊന്ന് ഒരു പരീക്ഷണം കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ടൊന്ന് വെച്ച് നോക്കുക. അതിനകത്തുള്ള ചെടിക്കൊക്കെ നല്ല വേരും ഒക്കെ വന്നു. ഇതുകൊണ്ടോ, ഇത് മണി പ്ലാന്റാണ്, ഞാൻ മുറ്റത്ത് നിന്ന് എടുത്തുകൊണ്ട് വെച്ചതാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇതും മണി പ്ലാന്റാണ്. ഇതും ഒരു ചെറിയൊരു പീസ് ഉണ്ടോ, അതിൽ നിന്ന് പൊട്ടി വന്നതാണ് ഈ കുഞ്ഞിക്കും പീസുകളല്ല. അല്ലാണ്ട് ഇത് വലിയൊരു പ്ലാന്റിൻ്റെ ഇലയാണ്. ഞാനത് അവിടെ കൊണ്ട് വെച്ചതാണ് കേട്ടോ. ഇപ്പോൾ അതിൽ നിന്ന് വരുന്നതാണ് ഈ കുഞ്ഞിക്കൻ പ്ലാന്റ്. പക്ഷേ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ. നമ്മളിവിടെ നിന്നുകൊണ്ട് ഓരോ ജോലിയൊക്കെ ചെയ്യുമ്പോഴേ നമുക്കിതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. അപ്പം ഞാനിത് ഇങ്ങനെ അങ്ങോട്ട് വെക്കുക. അപ്പോൾ ഇത് കുപ്പി നിറച്ചാവുകയും ചെയ്തു, നമുക്കത് കാണുകയും കൈകാണുകയും ചെയ്യാം. ഇപ്പോൾ ഇന്നത് വെക്കണമെന്ന് നിർബന്ധം മാത്രമേ അതിനകത്ത് നിർത്തണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാനിങ്ങനെ എല്ലാം മാറി ഞാൻ വെക്കും. പിള്ളേരൊക്കെ കളിയാക്കും, ആര് കളിയാക്കിയാലും ഞാൻ ഇങ്ങനെ വെക്കും. അതാണ് എൻ്റെ പ്രത്യേകത. പിന്നെ നമ്മുടെ അടുക്കളയിലെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയല്ലേ. ഇതിങ്ങനെ അതങ്ങോട്ട് ഓപ്പൺ ചെയ്ത് ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് ഇടും. ഇവർക്ക് ഇച്ചിരി വെയിലും ഒക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൂര്യനെ ഒളിഞ്ഞൊക്കെ ഒന്ന് നോക്കുക എന്നുള്ളത് ഇവരുടെ കള്ള ലക്ഷണം കേട്ടോ. അവരെപ്പോഴും സൂര്യനെയൊക്കെ ഒന്ന് ഒളിഞ്ഞ. അപ്പോൾ ഞാൻ എന്നെ കാണിക്കുക, ഈ ചാനലൊക്കെ കുറച്ച് അത് ചിലപ്പോൾ അങ്ങോട്ട് തുറന്നിട്ട് കൊടുക്കും. അപ്പോൾ അവർക്ക് വളരെ ഹാപ്പിയാണ്. അന്നേരം അവർ ഒന്നുകൂടി ഉഷാറിൽ അവർ പറഞ്ഞു വരും. ഇതുകൊണ്ട് ഇതായാലും ഞാൻ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുപ്പിയിൽ ഈ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും വേര് പിടിക്കും. ഇത് എൻ്റെ മൂട്ടിലിപ്പം നന്നായിട്ട് വേരായിട്ട് ഇത് പൊങ്ങുന്നില്ല. അപ്പോൾ പിന്നെ മണ്ണിൽ തന്നെ നട്ടാലല്ല, അത് കുപ്പി നട്ടാലും പിന്നെ മണ്ണ് നട്ട് കഴിഞ്ഞാൽ ഇതിലൊക്കെ ഇച്ചിരി കൂടെ നല്ല കൊഴുപ്പിൽ വരും. ഇതിനകത്താകുമ്പോൾ നമ്മൾ അത്ര തന്നെ ഇല്ല, വളമൊന്നും ഞാനങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ആകെ ചെയ്യുന്നത് വെള്ളം മാത്രമേ ഞാൻ കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് വേറെ ഒരു സംഭവം ഞാൻ ഇവർക്ക് ചെയ്ത് കൊടുക്കുന്നില്ല. വെള്ളം കൊടുക്കും എല്ലാവർക്കും ഇഷ്ടം പോലെ. ഇത് കൂട്ടാണ് ഈ ഇല്ലി പോലെ തന്നെ ഒരു സാധനമാണ്. അതിനകത്തും വെള്ളമുണ്ട്. വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട്, വെള്ളം മണ്ണും കൂടിയാണ് അതിനകത്ത് കൊടുത്തിട്ട്. അത് നല്ലോണം വളർച്ചയുണ്ട്. അതുകൊണ്ടിട്ട് ഇത് ഞാൻ ഇന്നാൾ കുറച്ച് ദിവസമായുള്ളൂ ഇത് വെച്ചിട്ട്. അപ്പോൾ ഇത് ഞാൻ അപ്പുറത്ത് വെച്ച് ഞാനൊരു പരീക്ഷണത്തിന് വെച്ച് നോക്കി. ഇത് കണ്ടോ, ഇത് നിറച്ചും നന്നായിട്ടിപ്പം വേര് വന്നു. ഇതുകൊണ്ടോ, ഈ ചെടിയാണിത്. ഇത് നിറച്ചും വേര് വന്നു ഈ ചെടി. ഇതിൻ്റെ വേര് വന്ന് ഞാനിത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് ഇതിനകത്തൊരു 1-2 എണ്ണം അങ്ങോട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗി വരും. അപ്പോൾ അതിനായിട്ട് ഞാൻ ചിലപ്പം തോന്നുമ്പോൾ ഞാൻ പോയി എടുത്തുകൊണ്ട് വന്ന് അതങ്ങോട്ട് വെക്കും. അങ്ങനെ ഞാനിത് അടുക്കളയിലൊക്കെ ഇതിങ്ങനെ വെച്ച് നമുക്കിതൊക്കെ ചുമ്മാ കാണാൻ, നമുക്കിവിടെ നിന്ന് ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമുക്കിതിലൊക്കെ ഒന്ന് നോക്കാം. പിന്നെ പൂക്കളൊന്നും ഞാനങ്ങനെ വെച്ചിട്ടില്ല കേട്ടോ. പൂവൊന്നും വെച്ചിട്ടില്ല. പൂക്കളുള്ളതൊന്നും ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. പൂവ് വെച്ചാൽ പൂവാകാൻ താമസമായിരിക്കും. ഉണ്ടാകുമോയെന്ന് എനിക്കറിയത്തില്ല. അല്ലെങ്കിലും ഇതൊക്കെ കാണാനല്ലേ നല്ലത്. അത് കാരണം പിന്നെ ഞാൻ ഇത്രയൊക്കെ വെച്ച് തൃപ്തിപ്പെടുക. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന രീതിയിൽ ട്രൈ ചെയ്യുക. നിങ്ങളുടെയൊക്കെ വീടുകൾക്കിടെയൊക്കെ വെക്കുക. കാണാൻ നല്ല ഭംഗിയല്ലേ. നമുക്കിതൊക്കെ ഇങ്ങനെ വെച്ച് നമ്മുടെ അടുക്കള, നമ്മുടെ വീട് ഇതിനെ വേണമെന്നിരിക്കും. നമുക്കേ ഈ ചെടീനെ വേണമെന്നിരിക്കും. നമുക്ക്
മേശപ്പുറത്തും വയ്ക്കാൻ പറ്റും കേട്ടോ. അതിനെ വേണമെന്നില്ല നമുക്ക് പ്ലാസ്റ്റിക് പൂക്കളല്ലാതെ ഇത് കണ്ടാൽ തന്നെ നല്ലൊരു ഐശ്വര്യമല്ലേ ഇത് കാണാൻ. അപ്പോൾ നമുക്ക് വേണമെന്നില്ല ഇതിനെ നമുക്ക് മേശപ്പുറത്ത് ഊണുമേശയുടെ മുകളിലൊക്കെ വെക്കാൻ പറ്റും. പിന്നെ രൂപത്തിൻ്റെ മുമ്പിൽ വെക്കാൻ പറ്റും. പക്ഷേ എന്നാലും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വെയിലിൻ്റെ അംശം വളരെ കുറവായതുകൊണ്ടിട്ട് അവരത്ര ശോഭിക്കുകയല്ല. പിന്നെ അത്യാവശ്യത്തിന് വേണമെന്നില്ല നമുക്കൊന്ന് എടുത്ത് വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും അത് നമുക്കൊരാവശ്യം വന്നു കഴിയുമ്പോൾ നമുക്കതിനെ എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. രൂപത്തിൻ്റെ മുമ്പിലൊക്കെ വെക്കാനും എല്ലാത്തിനും നമുക്ക് ഇവരെ ഉപയോഗിക്കാനും പറ്റും. കാരണം ഇത് നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ. അത് തന്നെ എൻ്റെ കാര്യം. ഇതൊരു മണി പ്ലാന്റാണ്. ഇതെങ്ങനെ കിട്ടിയെന്നൊന്നും എന്നോട് ചോദിക്കണം. ഞാനതെല്ലാം മറന്നുപോയി എവിടെ നിന്നാണ് കിട്ടിയെന്നൊക്കെ. അപ്പോഴെല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ഓക്കെ. ആർക്കെങ്കിലും ഇങ്ങനത്തെ ചെടികൾ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ തരാം കേട്ടോ. ഇതിപ്പോൾ ആരെങ്കിലും എന്നോട് ഒരു ചെടി തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. അപ്പോൾ 2-3 പേര് ഒന്നിച്ച് വേണമെന്ന് പറയുകയാണെന്നായിരിക്കും ഞാൻ എല്ലാവർക്കും കൂടിയിട്ട് അങ്ങനത്തെ ചെടികൾ ഞാൻ ഒട്ടിച്ച് കൊടുക്കും. ഇത് ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു ചെടിയും കൊണ്ട് ടൗൺ വരെയൊക്കെ പോകാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, ക്ഷീണമാണ് എനിക്ക്. അപ്പോൾ ഒരു 3-4 പേരൊക്കെ ചോദിക്കുവാണ്, ആൻറ്റി ആ ചെടി കിട്ടണം തരാമോ, ഈ ചെടി കിട്ടണം തരാം. ഇപ്പം ഞാനിവിടെ എന്തെല്ലാം ചെടികൾ വെച്ച് ഞാൻ വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ വേണമെന്ന് ഒക്കെ ഒരു 2-3 പേരൊക്കെ ഏതെങ്കിലുമൊക്കെ ചെടികൾ വാങ്ങിക്കുവാണെന്നൊരിക്കൽ ഞാൻ പിന്നെ നിങ്ങൾക്കിത് അയച്ചു തരാനായിട്ട് എനിക്ക് സാധിക്കും. അല്ലെന്ന് ഒരിക്കലും ഒരു കഷ്ണം ഒരാൾ ചോദിച്ചാൽ എനിക്കത് ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ അത്ര ഭയങ്കര സെയിൽസുകളൊന്നും അല്ലാത്തത് കൊണ്ടിട്ട് ആണ് അങ്ങനെ എനിക്ക് അനുഭവം വരുന്നത് കേട്ടോ. അല്ലാണ്ട് നിങ്ങൾക്ക് തരാൻ കഴിയില്ലാഞ്ഞിട്ടല്ല. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ചെടികൾക്കൊന്നും ഒരുപാട് വലിയ വിലയൊന്നും ഇടുന്നില്ല. ഒരു പ്രാവശ്യം പോലും ഞാനൊരു നല്ല വില ഇട്ടിട്ടില്ല. എന്നിട്ട് പിന്നെ അതിൽ നിന്ന് പിന്നെയും കുറച്ച് തരുമോ, 10 രൂപ കുറയ്ക്കുമോ, 5 രൂപ കുറയ്ക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ വലിയ വില ഇടുന്നില്ല. സാധാരണ എല്ലാവരും തരുന്നതിലും കുറച്ചേ ഇടുന്നുള്ളൂ. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, എല്ലാവരും സെയിൽ ചെയ്യുന്നതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതൊക്കെ എല്ലാവരും വാങ്ങിച്ചിട്ട് എന്നോട് വന്നിച്ചിട്ട് അതേ ചെടി തന്നെ എന്നോട് വില കുറച്ച് തരുമോ. ഞാനാണ് അത്രയും വില ഇടുന്നില്ല, എന്നിട്ടും എന്നോട് വില കുറച്ച് തരുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വിഷമമാണ്. ഞാൻ കാരണം ഒന്നും മിണ്ടുകയില്ല. ഇനി ഇവിടെ വരുവാണെന്നും എനിക്ക് ചിലപ്പോൾ ഞാനതൊക്കെ ഓരോ പീസൊക്കെ കട്ട് ചെയ്ത് ഒക്കെ തന്നെന്നിരിക്കും. അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.